ഞാനിപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ക്രൂസർ വണ്ടി ടയർ പഞ്ചറായി എടുക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു എന്താ സംഭവം എന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചത്. പക്ഷേ അവർ പറഞ്ഞു തൊട്ടപ്പുറത്ത് ബസ് പറഞ്ഞ് കിടപ്പുണ്ട്. ബസ് അപ്പോൾ അവിടുന്ന് ഓടി. അപ്പോൾ എന്തോ ബസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് സാധാരണ ലൈനിൽ പരിചയമുള്ള ബസ്സാണ് ഈ ഡിഫൻഡർ ബസ്. നമ്മൾ സാധാരണ കാണുന്ന ബസ്സാണ്. അപ്പോൾ ഇത്രയും ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ കുറച്ച് മുമ്പ് ഒരു 2-3 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപകടം തുടർക്കഥയാണ്. കാരണം അത് ഒരു ലോറിയുടെ കാരണം കൊണ്ട് ഒരു 9 വണ്ടി ഒന്നിച്ച് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് തൊട്ട് മുമ്പ് അവിടെ ഈ ഹൈവേൻ്റെ ഫുള്ള് പണി കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പരസ്യമായിട്ട് കണ്ടതാണ്. എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ചെന്ന് വന്ന് നോക്കുമ്പോൾ രോഗികളെ ബസ് വെട്ടി പൊളിച്ചിട്ട് രോഗികളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. കാരണം വെച്ചാൽ ഇതും ഇവിടുത്തെ ഈ സിസ്റ്റം ഒന്നും കൂടെ മാറ്റിയെടുക്കേണ്ടതായി എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അപകടങ്ങൾ തുടർക്കഥയെ കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇവിടുത്തെ ആളുകളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇടപെടൽ വേണം. കാരണം വെച്ചാൽ ഇത് ഈ അപകടം ഇല്ലാതാവണം ഇവിടെ. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളിലാണ് ബസ് വരുന്നത്. ഒന്നാം ഭാഗത്ത് സാധാരണ ലോക്കൽ ബസ് വളാഞ്ചേരി കുറ്റിപ്പുറം വരുന്ന ബസ്സുകളും പിന്നെ മറ്റുള്ള ലോറികൾ, കാറ്, ചെറുവണ്ടികളൊക്കെ സർവീസ് റോഡ് കൂടെ വരുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഈ സൈഡ് കൂടെ ലിമിറ്റഡ് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ ചാറ്റൽ മഴ വരുന്നത് കൊണ്ട് ഈ റോഡിൽ എപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട് ഈ സർവീസ് റോഡിൽ. അപ്പോൾ നമുക്ക് ഈ ചെറുവണ്ടികൾ വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. കാരണം ഹൈവേ കൂടെ ഈ സർവീസ് റോഡ് കൂടെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേമാതിരി നല്ല നടന്നു. കഴിഞ്ഞ മാസം ഒരു 10-9 വണ്ടിയോളം ഒരുമിച്ച് ആക്സിഡന്റ് ആയതാണ്. ഇവിടെ തന്നെ ഈ സർവീസ് റോഡിന്റെ ഈ സൈഡിൽ വെച്ചിട്ട് തന്നെ. ഈ നാട്ടിലുള്ള ആളുകൾ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. നമ്മൾ അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് സർവീസ് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങണാണ്. സർവീസ് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഹൈവേയിൽ നേരെ വരുമ്പോൾ പെട്ടെന്ന് ചവിട്ടിട്ട്. സർവീസ് റോഡിൽ നിന്നാണോ ബസ്? അല്ലല്ല, ഹൈവേയിലൂടെ വന്ന വണ്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി കിട്ടിയില്ല. അതിലോട്ട് ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. മഴയുള്ള സമയത്തായിരുന്നു ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ല. അതുകൊണ്ട് വന്നു അതിൽ ഈ ഭിത്തിയിൽ തട്ടിയിട്ട് നേരെ മറിയുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ. ഇവിടെ സ്ഥിരം അപകടം നടക്കും. കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ 10ഓളം വണ്ടി തട്ടിയിരുന്ന സംഭവം. ഇവിടെ ഒരു ബസ്സും 5-8 കാറുകളും തമ്മിൽ ഇടിച്ച സ്ഥലമാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ബസ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയത്. അതായത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇവിടെ എത്തുമ്പോൾ കാണുന്നത് ആളുകളൊക്കെ ചിതറിക്കിടക്കുന്ന സാഹചര്യം. നമുക്ക് ആ ബസ്സിൻ്റെ അകത്തേക്ക് ദൃശ്യങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ചെരുപ്പുകൾ. ഇതിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ ചെരുപ്പുകളാണ്. ആ ബസ്സിൻ്റെ മറ്റ് സാധനങ്ങൾ ഉൾപ്പെടെ അതിൽ കാണാം. ആളുകളുടെ ബാഗുകളുണ്ട്, പേഴ്സുകളുണ്ട്, സഞ്ചരിച്ചിരുന്ന ആളുകളുടെ ചെരുപ്പുകളുണ്ട്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ആ ബസ്സിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അമിത വേഗത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് മഴയുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥലം ഘടന എന്ന് പറയുന്നത് അത് സ്ഥിരം അപകടം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഇത്. എപ്പോൾ നോക്കിയാലും അവിടുന്ന് വണ്ടി സ്പീഡിൽ വന്നാൽ പെട്ടെന്ന് തിരിച്ചാൽ കിട്ടില്ല. ഇവിടെ ഒരു ഡിവൈഡ്, അവിടെ ഒരു ഡിവൈഡ്, എപ്പോഴും സംഭവിക്കണം. അപകടം സ്ഥിരം സംഭവിക്കുന്നത്. അപകടം സ്ഥിരം സംഭവിക്കുന്നതാണ്. സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ മുന്നേ ഒരു കാറ് ഒരാഴ്ചയായി കിടക്കണേ. വേറെ കാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധമില്ല. ഇത് ഓവർ സ്പീഡാണ്. അവിടെ തട്ടിയിട്ടുണ്ട് ആ സൈഡ്. ആ സൈഡ് വന്ന് ഇവിടെ വണ്ടി മറിഞ്ഞിട്ടാണ് ചേസ് വേറെ കിടക്കുന്നത്. ഫസ്റ്റ് ട്രാക്കിലാണ് വണ്ടി വരുന്നത്. അവിടെ ട്രാക്കിൽ വന്നിട്ടാണ് വണ്ടി ഇവിടെ എത്തിയത്. മറിഞ്ഞതാണ്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്.